ഡി വേഗം പണി നിർത്തിട്ട് അകത്തോട്ട് കയറിപ്പോടി. ഇവള് വിളിച്ചാ കേക്കൂല, നല്ലത് കൊടുത്താലേ കേക്കുള്ളൂ. അയ്യോ അമ്മ. എന്താ ഭാനു ഈ കാണിക്കണത്? കുട്ടീനെ എന്തിനാ പിടിച്ചടിക്കണത്? പിന്നെ ഒരു കുട്ടി, വീട്ടിലെ പണിക്കാരിയല്ലേ കുട്ടി. എൻ്റെ മോളെ ഇന്ന് ആദ്യമായിട്ട് കോളേജിൽ പോണ ദിവസാ. അവള് പോവാൻ ഇറങ്ങുമ്പോൾ ഇവളൊരു ദുശകനും പോലെ വന്ന് നിൽക്കും. അതല്ലേ ഇവളുടെ സ്ഥിരം പരിപാടി. അതാ ഞാൻ ഇവൾക്കൊന്ന് നല്ല അടിച്ചിട്ട് അകത്തോട്ട് കയറ്റിവിടാന്ന് വെച്ചത്. അപ്പോഴേക്കും വന്നോളും. മോളെന്തിനാ മോളെ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ നിൽക്കണേ? മോളെ അകത്തോട്ട് കയറി പോ. ശരി അച്ഛാ. നീ എന്താ ഭാനു ഈ കാണിക്കണത്? എല്ലാം മറന്നിട്ടാണോ നടക്കണത്? ഈ വീടും പൂക്കടയും അങ്ങനെ എല്ലാം മാളുവിന്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ലേ? അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതല്ലേ നമ്മള്? അവരുടെ മാളുവിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയത് കാരണമല്ലേ നമുക്ക് ഇതൊക്കെ കിട്ടിയത്? അവർ മരണക്കിടക്കയിൽ ഒരു കാര്യമില്ല ആവശ്യപ്പെട്ടുള്ളൂ. അവരുടെ കൊച്ചിനെ ഒരു കുറവും കൂടാതെ നമ്മൾ നോക്കണമെന്ന് മാത്രം. എന്നിട്ട് എന്താ ഭാനു നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളുടെ പറച്ചിലേട്ടാ തോന്നും നിങ്ങളുടെ പൊന്നുമോൾ ഇവിടെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാണ്ട് നടക്കണെന്ന്. ഇതെല്ലാം അവളുടെ തന്നെയല്ലേ? അത് മാത്രമാണോ? എല്ലാ പണിയും അവളെ കൊണ്ടല്ലേ നീ ചെയ്യിക്കണത്? വീട്ടുപണി ആയിക്കോട്ടെ, പൂക്കടയിലോട്ട് വേണ്ട പൂക്കളും എല്ലാം ചെയ്യിപ്പിക്കണത് നീ അവളെ കൊണ്ട് തന്നെയല്ലേ? രാവിലെ തുടങ്ങിയ രണ്ടുപേരും. മോളെ നിനക്കെങ്കിലും സമയം കിട്ടുമ്പോൾ നിന്റെ അമ്മേനെ ഒന്ന് ഉപദേശിച്ചുവിടെ മീനു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മ പറഞ്ഞില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ തെറ്റ്. അവളിവിടെ ഒരു പണിക്കാരി തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ആയിക്കോട്ടെ. ഇതെല്ലാം കണ്ടും കേട്ട് മുകളിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട രണ്ടുപേരും. ഉവ്വേ മോൾക്ക് കോളേജിൽ പോകേണ്ട സമയമായില്ലേ? മോളൊന്ന് പോയേ. ശരി മേ ബായ്. ബോയ് മോളെ ബോയ്. തുടങ്ങിയ അമ്മയുടെ ഇംഗ്ലീഷ്. എനിക്ക് മാത്രം എന്താണാവും ഇങ്ങനെയൊക്കെ? എന്തിനാ ദൈവം എൻ്റെ അച്ഛനും അമ്മേനെ മാത്രം കൊണ്ടുപോയേ? ഡി പൂ കെട്ടിക്കഴിഞ്ഞോടി പൂക്കാരി. പൂവമ്മേ എല്ലാം കെട്ടിക്കഴിഞ്ഞു. എന്നെല്ലാം അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കേ. മോളെ അമ്മ പറഞ്ഞതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടാ. ഞങ്ങൾ എന്നാ പൂക്കടയിലോട്ട് ചെല്ലട്ടെ കേട്ടാ. ശരി അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല. അച്ഛനറിയാം മോളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം. നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് എൻ്റെ മോൾക്ക് കല്യാണം കഴിപ്പിച്ച് തരണം. എന്നാലും അച്ഛന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊന്നും പറയല്ല അച്ഛാ. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അച്ഛൻ അങ്ങോട്ട് ചെല്ലേ. ശരി മോളെ. മോളിലതുകൊണ്ട് കച്ചവടം നന്നായിട്ട് നടക്കണം. ബാനു ചേച്ചി ഒരു 3 മുഴം പൂ എടുത്തോ അങ്ങോട്ട്. അതിനെന്താ മോളെ, 2 മുഴത്തിന്റെ കാശ് മോള് തന്നാ മതി. ശരി ചേച്ചി എന്നാ. ആയിക്കോട്ടെ മോളെ. മനുഷ്യ, നമ്മുടെ മീനുമോളുടെ കല്യാണം നടത്തണ്ടേ നമുക്ക്? അതെങ്ങനെ ബാനു ശരിയാണത്? മീനു അല്ലല്ലോ ആദ്യം കല്യാണം കഴിക്കേണ്ടത്, മാളും അല്ലേ? മൂത്തോളെ കഴിപ്പിച്ചിട്ടല്ലേ ഇളയോളെ കല്യാണം കഴിപ്പിക്കുക? ഇതേ മനുഷ്യ, അമ്പലമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. നമ്മുടെ മോള് മീനു അല്ലേ, അല്ലാണ്ട് മാളുവാണോ? ഇതിനുള്ള മറുപടി നീ വീട്ടിലോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം.